Hey guys, welcome back to yet another travel video content അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗ് വീഡിയോ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഉച്ചപ്രാന്ത മേലത്ത് എങ്ങോട്ടാണ് ഉച്ചയ്ക്കടിച്ച പോലെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്പെഷ്യലാണ് ഈ ഒരു സ്ഥലം. നീണ്ട ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ നീണ്ട ഒരു വർഷത്തിന് ശേഷം നീണ്ട ചൂടൻ വീണ്ടും പോവുകയാണ് ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഏകദേശമൊക്കെ ഈ റോഡൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. പിന്നെ ഈ പാലം കൂടെ കാണുമ്പോൾ ഫുള്ള് മനസ്സിലായി കാണും. ഇത് ആലുവയാണ്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു സ്ഥലത്തിന് വളരെ പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കിയൊരു സ്ഥലം കൂടെയാണ് ഈ ഒരു സ്ഥലം. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ സ്ഥലം. ഞാൻ എങ്ങനെ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം അങ്ങനെ തൊടുപുഴ വരെ എത്തിയതിന് കാരണമായ ഒരു സ്ഥലം കൂടിയാണ് ഞാൻ പറഞ്ഞും പോയി. അപ്പം നമ്മളിന്ന് പോകുന്നത് മലപ്പുറത്തേക്കാണ്. അപ്പം അതാണ് പറഞ്ഞത്, എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ മലപ്പുറം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വീഡിയോകളും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഷോർട്സൊക്കെ എടുത്തിറക്കി ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഷോർട്സ് വീഡിയോസോ അല്ലെങ്കിൽ ഒരു നശിച്ച ദിവസമെന്നും പറഞ്ഞ് ഈ ചാനലിൽ തന്നെ വീഡിയോ കിടക്കുന്നുണ്ട്, അതൊന്നെടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് വളരെ വ്യക്തവും സ്പഷ്ടവും സ്ഫുടതവുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവം. അപ്പോൾ നമ്മളിന്ന് മലപ്പുറത്തേക്കാണ് പോകുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്തൊരു കൂട്ടുകാരൻ്റെ പെങ്ങളെ, അതായത് ചേച്ചിയുടെ കല്യാണമാണ്. നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് 14-ാം തീയതി വാലന്റൈൻസ് ഡേയുടെ അന്നാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പോയത് ഫെബ്രുവരി 7, 8, 9 ഈ ദിവസങ്ങളിലാണ് നമ്മൾ മലപ്പുറത്ത് പോയിട്ട് വന്നത്. 7-ാം തീയതി നമ്മൾ, അതായത് ഈ പോകുന്ന ദിവസം 7-ാം തീയതിയാണ്. 7-ാം തീയതി നമ്മൾ 11 മണിക്ക് ആണ് വൈകിട്ടിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരും കൂടെ തൊടുപുഴയെന്ന് വന്നു. അതിന് ഞാനും കൂടെയാണ് നേരെ മലപ്പുറത്തിന് പോകുന്നത്. അപ്പോൾ 8-ാം തീയതി ആയിരുന്നു കല്യാണം. ഫെബ്രുവരി 8-ാം തീയതി ആയിരുന്നു കല്യാണം. പിന്നെ 9-ാം തീയതി നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. 9-ാം തീയതി അല്ല, 8-ാം തീയതി നൈറ്റ് തന്നെ ഇറങ്ങി. എനിക്ക് ഒരു തിരുവനന്തപുരത്തൂടെ പോകേണ്ട കൊണ്ട് മാത്രം അന്ന് 8-ാം തീയതി നൈറ്റ് ഇറങ്ങി. 9-ാം തീയതിയൊക്കെ വീഡിയോയിലൊന്നുമില്ല, പക്ഷേ ഞാൻ 9-ാം തീയതിയൊക്കെ രാവിലെ വൈകിട്ടൊക്കെ കറക്കത്തായിരുന്നു. എനിക്ക് ഉറക്കമില്ലാത്ത ദിവസം കൂടെയായിരുന്നു ഈ ഒരു ടൈം. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാൻ, അതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോക്കും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം അവിടുത്തെ മലപ്പുറത്തെ ടീം അവന്മാരെയൊക്കെ പിന്നെയും കാണാൻ പറ്റുന്ന ഒരു റീയൂണിയൻ എന്ന് വേണേൽ പറയാം. കാര്യം ഞാനിപ്പോൾ റിസൈൻ ഇട്ടുകൊണ്ട് ഇനി ഇവന്മാരുമായിട്ട് ഇനി ഒരിക്കലും കാണത്തില്ലായിരിക്കും. ഇവിടുന്ന് പോകുന്ന കാരണം ഇനി ഇവന്മാരെ ഒന്നും ഇനി ഒരിക്കലും കാണില്ല. അപ്പോൾ ഒന്ന് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് അവന്മാരെയൊക്കെ ഒന്ന് കണ്ട് ചെക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കണം, പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് അയവിറക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ കുറേ മെമ്മറീസ് ഉണ്ട് എനിക്ക് തൊടുപുഴയല്ല, മലപ്പുറത്ത്. അതേപോലത്തെ സ്നേഹമുള്ള കുറേ ടീംസും ഉണ്ട്. അതായത് ചങ്ക് പോലെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളവരൊക്കെയാണ്. ഇപ്പോഴും അവരൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ ഇപ്പോൾ റിസൈൻ ചെയ്ത് പോയി. ബാക്കി കുറച്ച് പേര് ഇപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം. കുറച്ച് പേരുണ്ട് അങ്ങനത്തെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് അവിടെ. അവരെയൊക്കെ ഒന്നുകൂടെ പിന്നെയും കാണണമെന്നുണ്ട്, സംസാരിക്കണം. അവരായിട്ടൊക്കെ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടപ്പള്ളി തൊട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഷൊർണൂർ റൂട്ടിലേക്ക് കയറുന്ന ആ വീഡിയോയാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടപ്പള്ളിയിൽ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ കുറച്ച് ആ റൗണ്ടിൻ്റെ അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഫോണിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില സാധനങ്ങളൊന്നും ഇതിനകത്ത് മിസ്സിംഗ് ആണ്. കുറേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ മിസ്സിംഗ് ആണ് ഇതിനകത്ത്. അത് കാരണം കുറച്ചൊക്കെ തൂത്ത് പെറുക്കി എടുത്താൽ അവിടുന്ന് ഇവിടുന്നൊക്കെ തരിച്ച് പെറുക്കിയെടുത്താൽ മാത്രമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ കട്ടായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ടൊന്നും വിചാരിക്കില്ല. ഫുൾ നല്ല രീതിക്ക് ഞാൻ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഒന്നും ഫോണിനകത്ത് കാണുന്നില്ല, ഡിലീറ്റായി പോയിട്ടുമില്ല. പക്ഷെ അത് റെക്കോർഡ് ആകാത്തതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷൊർണൂർ റൂട്ടിലേക്കാണ്. പിന്നെ ഈ ഒരു സ്ഥലം പഴയ കുറേ മെമ്മറീസ് ഉണ്ട്, പഴയ കുറേ കാര്യങ്ങളുണ്ട്, പഴയ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കാണണം, സംസാരിക്കണം, 2 ദിവസം അവന്മാരായിട്ട് പാർക്കണം. പിന്നെ മലപ്പുറത്തെ കുറിച്ച് കുറേ ഓർമ്മകളുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നല്ല സ്നേഹമുള്ള ടീംസാണ്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ടീംസാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർ തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും. അപ്പം
അവരെയൊക്കെ ഒന്നുകൂടെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ്, ഒരു എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ ഈ ഒരു സമയം ഈ ഒരു ടൈം ആയതുകൊണ്ടുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ 11:15 അവിടെ നിന്ന് ഇറങ്ങി, ഒരു 12 മണി, ഇപ്പോൾ ഏകദേശം 1 മണിയായി വരുന്നുണ്ട്, 1:15 വരുന്നുണ്ട്. നമുക്കിനി ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം. അതെന്തായാലും മലപ്പുറത്ത് ചെന്നിട്ട് കഴിക്കാനാണ് പ്ലാൻ. ഇവിടെയൊക്കെ ഫുഡിന് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ നേരെ വിട്ടടിച്ച് മലപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നതും കൊണ്ടിരിക്കുന്നതും. പിന്നെ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ആകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് പബ്ലിക് ആകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഈ പോക്ക് പോയിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ മലപ്പുറത്ത് പോയി 7-ാം തീയതി പോയി, 8-ാം തീയതി അവിടുത്തെ കല്യാണം കൂടി, 8-ാം തീയതി നൈറ്റ് അവിടെ നിന്ന് ഇറങ്ങി. വെളുപ്പിനെ ഞാൻ തൊടുപുഴ വന്നു. അതായത് 9-ാം തീയതി ഞായറാഴ്ച വെളുപ്പിനെ തൊടുപുഴയ്ക്ക് 3 മണിക്ക് എത്തി. അവിടുന്ന് നേരെ ഞാൻ തിരുവല്ലയ്ക്ക് പോയി, തിരുവല്ലയിൽ നേരെ തിരുവനന്തപുരത്ത് പോയി. ഇത്രയും ഒരു ബിസി ആയിപ്പോയി ഞാൻ. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് ഇപ്പോഴാണെന്ന് കാക്കനാട് എത്തി. ഇപ്പോൾ ഫ്രീ ആയതേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാനൊന്ന് നിലത്ത് കാല് കുത്തുന്നത്. അതുവരെ ഓട്ടത്തോടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ഡിലേ വന്നത്. ഇനി ഇത് അപ്ലോഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് കറക്റ്റായിട്ട് പറയുന്നതിൻ്റെ കാര്യം. അതായത് നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയാണ്. കറണ്ട് വീഡിയോയേ അല്ലേ ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. സോ നിങ്ങൾക്കപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറേ സാധനങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ട്. ഒക്കെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. എന്തായാലും നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഇനി പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോഴും മാറാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴും മാറാത്തായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂടും വെയിലുമാണ്. ഗ്ലാസ് ഞാനിപ്പോഴും അടച്ചു വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്, നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കാറ്റങ്ങ് അടിച്ച് മുഖത്തേക്ക് കയറുന്നത്. അത് ഈ പാലക്കാട് വന്നാലും മലപ്പുറത്ത് വന്നാലും ഉള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. വരുന്ന വഴിയൊന്നും വെള്ളത്തിൽ കുടിക്കണമെന്നുണ്ട്, എവിടെയെങ്കിലും ഒന്ന് ചവിട്ടണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചവിട്ടിയിട്ടില്ല ഇതുവരെ. അതിന് മെയിൻ റീസൺ ഈ വെയിൽ തന്നെയാണ്. ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. ഇവിടുത്തെ വെയിൽ കാര്യങ്ങളും പാലക്കാട് മലപ്പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റും. ആ രീതിക്കാണ് വെയിലും കാര്യങ്ങളും ഉള്ളത്. പിന്നെ ഇവിടുത്തെ റൂട്ട് നമ്മളിത് ഷൊർണൂർ റൂട്ടാണ് കയറിയിരിക്കുന്നത്. ആ പട്ടാമ്പി വഴി പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്നെ മാപ്പ് വഴി തെറ്റിച്ചു. അമ്മച്ചി പറഞ്ഞു ഇതാണ് എളുപ്പ വഴിയെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ കറക്കി കൊണ്ടുപോവാണ്. ഇതിന് നല്ല പട്ടാമ്പി വഴി പോകുന്നതായിരുന്നു എളുപ്പം. ഇതിപ്പോൾ നമ്മളവിടെ നിന്ന് വടക്കാഞ്ചേരി കയറി, അവിടെ നിന്ന് നേരെ ഷൊർണൂർ റൂട്ട് കയറി, അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇനി മറ്റേ നമ്മുടെ പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിലേക്കാണ് ഈ റോഡിൽ ചെന്ന് കയറുന്നത്. കുറച്ച് ഷോർട്ട് കട്ടുണ്ട്, അവിടെ നേരെ ചെന്ന് കയറുന്നതിന് ആ റൂട്ടിലേക്കാണ്. ഇത്രയും കടന്ന് കറങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു, പക്ഷേ കൂഞ്ഞളമ്മച്ചി നമ്മളെ വഴി തെറ്റിച്ചു. നേരെ എനിക്ക് ആ റൂമിൻ്റെ മാപ്പ് ഇട്ടിരുന്നേ കറക്റ്റ് പട്ടാമ്പി വഴി കയറി തരേണ്ട കാര്യമുള്ളായിരുന്നു. പക്ഷെ നമ്മളെ റൂമല്ല, അങ്ങാടിപ്പുറം നിട്ടാറിന് എനിക്ക് തോന്നുന്നു കറക്കി അവന്മാർ അമ്മച്ചി കറക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നേരെ ചെല്ലുക, പെരുന്തൽമണ്ണ പോവുക, ടീംസിനെ കാണുക. വൈകിട്ട് പരിപാടിക്ക് 6 മണിക്കെങ്ങാണ്ടാണ് അവിടെ നമ്മുടെ തലേദിവസത്തെ പരിപാടി. അപ്പോൾ അതിന് ആ സമയത്ത് പോയാൽ മതി. ഇപ്പോൾ 1:30 ആയി വരുന്നേ ഉള്ളൂ. നമുക്കിനി ടൈം കൊണ്ട് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ പോയിട്ട് പയ്യന്മാരൊക്കെ എന്തായാലും സൈറ്റിൽ പോയിരിക്കും. അവന്മാരൊക്കെ ഇനി വരുമ്പോഴത്തേക്ക് അവന്മാരെ എല്ലാവരും കണ്ട് എല്ലാവരുമായിട്ട് കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നിട്ട് പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് എന്തായാലും പോകാം. ഈ റൂട്ടിൽ കുറച്ച് പഴയ ഓർമ്മകൾ അയവറക്കേണ്ട കാര്യമായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് നമ്മൾ കുറേ വന്നിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ അധികം. കാര്യം പാലക്കാട് പോകാൻ വേണ്ടി അവിടെ കുറച്ച് മെഷീൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എവിടെയൊക്കെ ഒരു മെഷീനുണ്ട്. എനിക്ക് ഈ സ്ഥലം കറക്റ്റ് എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്കൊന്ന് കുമ്പിടി ആ റൂട്ടൊക്കെ പോകുന്ന ഈ അങ്ങനെ ആ റൂട്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കുമ്പിടിയാണോ പോകാനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും ഈ റൂട്ട് എപ്പോഴൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്ന സ്ഥലം അതായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുമ്പിടി മറ്റേ പാലക്കാട് ഇപ്പുറത്തൊരു റൂട്ടുണ്ട്, അന്നേരമൊക്കെ ഈ റൂട്ട് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. പിന്നെ ഈ ഒരു സമയമാണ് 1:30 സമയമാണ്. അതുപോലെ തന്നെ വിശപ്പുണ്ട്, വെള്ളം താകുന്നുണ്ട്, എവിടെയെങ്കിലും ഒന്ന് ചവിട്ടണമെന്നുണ്ടായിരുന്നു എന്നെ വഴിക്ക്. പക്ഷേ വെയിൽ കാരണം ഞാൻ നിങ്ങൾ നിർത്തിയില്ല. എവിടെയെങ്കിലും നിർത്തി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ നല്ല വെയിൽ, നല്ല ചൂടുമാണ്. അത് കാരണം എങ്ങും നിർത്തിയിട്ട് ഒറ്റ രൂപയിലാണ് വിട്ടോണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും നമ്മൾ നേരെ പെരുന്തൽമണ്ണയോ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ട് കഴിക്കാനുള്ള പ്ലാനാണ്. പിന്നെ ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് തന്നെ. ഫുഡിൻ്റെ റേറ്റ് ഇവിടെ കുറവാണ്. മലപ്പുറത്ത് കോഴിക്കോടായാലും ഫുഡിൻ്റെ കാര്യത്തിൽ
നമുക്ക് അധികം ചിലവ് വരും. തൊടുപുഴയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ചിലവ് ഫുഡിന് കുറവാണ്. അവിടേക്ക് ഒരു ബിരിയാണി ഫുള്ള് 160 കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ 100, 120 മാക്സിമം ഇത്രയൊക്കെ വരുന്നുള്ളൂ. അത്രേ വരുന്നുണ്ട് ഇവിടെ ഫുഡിന്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറത്ത് വന്നൊരു ബിരിയാണി അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഒരു ഫുൾ ബീഫ് ബിരിയാണി കയറ്റി നമ്മൾ നേരെ ഇപ്പോൾ പാർട്സ് ഓഫീസിലേക്ക് പോകുന്നു. നമ്മളപ്പോൾ പാർട്സ് ഓഫീസിൽ ഒന്ന് കുറച്ച് നേരം കുത്തിയിരുന്നു. ഇപ്പോൾ അതേ റൂമിൽ വന്ന് ഇപ്പോൾ രാത്രി നമ്മളിപ്പോൾ അതേ നമ്മുടെ കല്യാണത്തിന് വേണ്ടി കല്യാണത്തിൻ്റെ തലേദിവസത്തെ പരിപാടിക്ക് പോവുകയാണെങ്കിൽ 7-ാം തീയതി തന്നെയാണ്. അപ്പം ഞാനിവിടെ എത്തിയതിൻ്റെ ഒരു ഷോർട്ടായിട്ട് കാര്യം പറയാം. നമ്മുടെ ഫ്രണ്ടിലൊരു ടൊയോട്ടയുടെ ഷോറൂമാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ. നമ്മൾ ഏകദേശം 2:30 ആയപ്പോഴത്തേക്കും നമ്മൾ പെരിന്തൽമണ്ണ, അതായത് നമ്മുടെ റൂമിൻ്റെ അടുത്തെത്തി. പിന്നെ അവന്മാരും വരാത്തതുകൊണ്ട് കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി ഒരു കരിമ്പ് ജ്യൂസൊക്കെ അടിച്ചിട്ട് നേരെ നമ്മുടെ പാർട്സ് ഓഫീസിൽ പോയി. അവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ആളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ പതുക്കെ റൂമിലേക്ക് വന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്കും പയ്യന്മാരെല്ലാം എത്തി. പിന്നെ അവന്മാരുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് വൈകിട്ട് കുളിച്ചിട്ട് നേരെ കല്യാണ വീട്ടിൽ, അതായത് 7-ാം തീയതി തലേദിവസത്തെ പരിപാടിക്ക് നമ്മൾ പോവാണ്. ഫ്രണ്ട് നമ്മുടെ പയ്യന്മാർ പോകുന്നുണ്ട്. ഒരു ടീം ബാക്കി വരുന്നുണ്ട്. അവന്മാർ സാധനം മേടിക്കാൻ പോയിരിക്കുന്നു. അവന്മാരിപ്പോൾ വരും. അപ്പോൾ അതാണ് പരിപാടി. നമ്മൾ നേരെ ഇനി കല്യാണ വീട്ടിൽ പോകുന്നു. അവിടെ കുറച്ച് നേരം കുത്തിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടിയുണ്ട്, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ ഇതാണ് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികമൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇതാണ് കാണുന്നത്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 30 കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്ക്, വീട്ടിലേക്ക് നമുക്കുള്ളത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ ആ പാർട്സ് ഓഫീസിലുള്ള ചേട്ടൻ്റെ വീട്ടിൽ പോയി. പുള്ളിയുടെ വീടും കല്യാണം നടക്കുന്ന വീടിൻ്റെ അടുത്ത് കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ ആളുടെ വീട്ടിൽ നമുക്ക് പരിപാടികൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളപ്പോൾ അവിടെ വന്നു. പുള്ളി ഒരു മലയുടെ മേലിൽ കയറാമെന്ന് പറഞ്ഞു. അവിടെയായിരുന്നു ഞങ്ങൾ പരിപാടി സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എന്താണ്ടൊക്കെ വ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഞങ്ങളങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. അത് പോയി കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് താഴെ വന്നു. താഴെയല്ല, നമ്മളപ്പുറത്ത് തന്നെ വന്നു. കുറച്ച് നേരം ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്ത് ഒരു പാട്ടൊക്കെ ഇട്ട് നല്ല കിടിലും DJ പരിപാടിയൊക്കെ നടത്തി. നല്ല പരിപാടിയായിരുന്നു. ഇവിടെ ആയിരുന്നു എല്ലാ പരിപാടികളും, എല്ലാം അടിച്ചുകൂടെയൊക്കെ നടന്നത്. ഞങ്ങളങ്ങനെ കുറേ നേരം ഇവിടെ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തു. നല്ല പുതിലും പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് കല്യാണ വീട്ടിൽ നിന്ന് ടാറ്റയും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. ഇപ്പം സമയം ഏകദേശം എത്ര മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30 ആയി വരുന്നു. 12:30, 1 മണിയായി വരുന്നുണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ്. നമ്മൾ കല്യാണ വീട്ടിൽ നേരെ വന്ന് പെരിന്തൽമണ്ണയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ടേ പോകുന്നത് നമ്മുടെ വേറെ കൂട്ടുകാരനാണ്. അവന്മാർ ബൈക്കിൽ പോകുന്നുണ്ട്. ബാക്കി വരുത്താൻ ഏറ്റവും ഫ്രണ്ടേ പോകുന്നുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ ചെന്ന് അവൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് എല്ലാം ഒറ്റ മൈൻഡ് പറഞ്ഞ് പോകുന്നതാണ് സംഭവം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് അവിടെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. ഇതാണ് ആ കട. ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കാണ്. ഇപ്പോൾ വന്ന നമ്മുടെ കൂട്ടുകാരൻ ഇതൊരു പയ്യൻ. ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് കുറച്ച് ഇപ്പുറത്ത് മാറി തന്നെയാണ് ആ ഒരു കട. ഇവിടെ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. സമയം ഇപ്പം 1 മണിയായി വരുന്നുണ്ട്. ആ സമയത്ത് നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പം ഇവിടെ അല്ലാത്ത സമയത്തും തിരക്കാണ്. ഈ രാത്രിക്ക് നല്ല തിരക്കുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഇവിടെ കടയിൽ നിന്ന് ആ ചേട്ടനോട് എന്തോ കാര്യമായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മേടിക്കാനൊന്നും അല്ല, വെറുതെ തള്ളിയൊന്നും ചോദിക്കാൻ എന്തോ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതാണ് സംഭവം. അപ്പോൾ ഇത്രയൊക്കെയാണ് നൈറ്റത്തെ പരിപാടികൾ. പിന്നെ ഇപ്പോൾ കാണുന്നത് നമ്മൾ രാവിലെ ഇറങ്ങി കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം സമയം 9:45 അവിടെ ചെല്ലണമെന്നും പറഞ്ഞ അവന്മാരെ വിളിച്ച് നമ്മളത് കല്യാണ വീട്ടിൽ വന്നു. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളെത്തിയപ്പോഴത്തേക്ക് 9:10 മണിയായി. അപ്പോഴത്തേക്ക് കട്ടൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ പെണ്ണൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇവിടെ വന്നു, കുറച്ച് നേരം നിന്നു. നമ്മുടെ ചേട്ടന്മാരൊക്കെ അവന്മാരെ എല്ലാവരും വന്ന്, പയ്യന്മാരൊക്കെ വന്നു. ഇതാണ് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം. എന്താ MMS എന്താണ് ഓഡിറ്റോറിയത്തിൻ്റെ ഒരു കിളിലും ഓഡിറ്റോറിയമാണ്. നമ്മളപ്പോൾ പുറത്ത് വന്ന് അവന്മാർ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂട്ടുകാർ ഇവനും ഞാനും കൂടെയാണ് ഇന്ന് വന്നത്. അത് കഴിഞ്ഞിടത്തെ നമ്മൾ സദ്യ കഴിക്കാൻ വന്നു. ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നേരെ സദ്യ കഴിക്കുന്നു. ഇവിടുന്ന് കുറച്ച് നേരം റൂമിൽ പോയി കിടന്നുറങ്ങുന്നു. ഇവിടെയാണ് നമ്മളെ കൂടെ വന്ന കൂട്ടുകാരൻ. ഇവനും ഞാനും കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിച്ചു. കുറച്ച് നേരം റൂമിൽ വന്ന് കിടന്നുറങ്ങി. നമ്മൾ തിരിച്ച് ഞായറാഴ്ച പോകാനാണ് പ്ലാനിട്ടത്. പക്ഷേ ശനിയാഴ്ച ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. അതായത് 8-ാം തീയതി ശനിയാഴ്ച തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരുവല്ലയിൽ പോകണം. തിരുവല്ലയിൽ നിന്നാണ് തിരുവനന്തപുരത്തിന് പോകാനുണ്ട് നാളെ. അതായത് ഞായറാഴ്ച 8-ാം തീയതി 9-ാം തീയതി തിരുവനന്തപുരത്തിന് കൊണ്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പട്ടാമ്പിയിൽ മറ്റേ ഫെസ്റ്റ് നടക്കുന്നതായിരുന്നു നമ്മുടെ സ്റ്റോറി ഇട്ടിരിക്കുന്നതാണ്. അപ്പം ഞാനിങ്ങനെ മഞ്ഞ വഴിക്ക് അവനോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നാൽ പട്ടാമ്പി റൂട്ട് കയറിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ
ഇവിടെ വന്ന് കുറച്ച് നേരം മായ നോക്കി ഇന്ന് അപ്പോഴാണ് ടിക്കറ്റ് 30 രൂപ കണ്ടാണ് ചാർജ് കാണിച്ചത്. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞ് നമുക്ക് വന്നിട്ട് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ പറഞ്ഞെന്നാൽ നമുക്ക് കയറിയിട്ടൊക്കെ പോകാം, എന്തായാലും ഇവിടം വരെ വന്നാൽ ഇത് എപ്പോഴൊന്നും കാണാൻ പറ്റില്ലോ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടും കൂടെ കയറി. അപ്പോൾ ഇവിടെ എന്തോ എന്തോ ലവ് ബേർഡ്സും കാര്യങ്ങളും അങ്ങനത്തെ സെറ്റപ്പ്. പിന്നെ ഇത് അങ്ങനെ കുറച്ച് പൂച്ച മുയൽ അങ്ങനത്തെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ പാമ്പുമായിട്ട് മറ്റേ ടീം നിൽപ്പുണ്ട്. കാസ്റ്റർ എനിക്ക് വന്നത് ഒരു സ്റ്റോറിയൊക്കെ ഈ ഇടത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സെറ്റപ്പ് ആണ് ഞാൻ കാണിച്ചതാണ്. എനിക്കിത് ഇതാണ് സംഭവം. ആ പാമ്പുമായിട്ട് ടീമാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 9:30 സമയമാണ്. എനിക്ക് ഇവിടുന്ന് തിരിച്ച് നമ്മളെ തൊടുപുഴ ചെന്ന് അവനെ ആക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് തിരുവല്ലയ്ക്ക് പോകണം. അവിടെ നിന്നാണ് തിരുവനന്തപുരത്തിന് പോകണം. അങ്ങനെ ഹെവി ട്രിപ്പാണ് എനിക്കുള്ളത്. എനിക്കിന്ന് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു യാത്രയാണ്. പിന്നെ നമ്മളത് ഇവിടെ വന്ന് മറ്റേ ആകാശത്തൊട്ടിലും പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ വായി നോക്കി നിന്ന് നമ്മളങ്ങനെ ഇതിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഏതാണ്ട് 100 രൂപ ടിക്കറ്റ് കാണിച്ചിരുന്നു. അങ്ങനെ ഇതിൽ കയറി. ഇത് ഇത്ര ഉള്ള പരിപാടി, വേറെ ഒന്നുമില്ല. നമ്മളിവിടെ കയറിയിട്ട് ഇത് തിരിച്ചിറങ്ങി പോകുന്നേ ഉള്ളൂ. ഇത്ര ഉള്ള നമ്മുടെ ഇന്നത്തെ മൂന്നും പരിപാടികൾ. അപ്പോൾ ഇത്രയും ദിവസം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സമയം ഒട്ടുമില്ല. എനിക്ക് ഇങ്ങനെ തൊടുപുഴയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി നേരെ തിരുവല്ലയ്ക്ക് പോകാനുള്ള ഇന്ന് രാത്രി തന്നെ. അതായത് ഈ 8-ാം തീയതി രാത്രി തന്നെ ഞാൻ തൊടുപുഴയ്ക്ക് പോകുന്നുണ്ട്, തിരുവല്ലയ്ക്കും പോകുന്നു. അതുകൊണ്ട് ഇത്രയുള്ള വ്ലോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയൊക്കെയാണ് അന്നത്തെ പരിപാടികൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറ്റൊരു വ്ലോഗിട്ട് വരാൻ ബൈ. മഞ്ഞാണ് നല്ല മഞ്ഞ നാളെ വ്ലോഗ് വരും. നാളെ ചാറില്ലേ കൂട്ടി മതി നിർത്തിയൊക്കെ. അതിന് കയറുണ്ടായിരുന്നു, ഏറിപ്പോയി പേടി. അവിടെ തുമ്പിച്ചേ പോ.